ഹായ് ഓൾ, വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു SSC മലയാളി. അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നല്ലേ, കഴിഞ്ഞ ടൈം വർക്കിന്റെ പഴയ ഈ വീഡിയോ തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് വന്നു. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്കറിയാലോ നമ്മൾ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളും ഓൺലൈനും ഓഫ്ലൈനും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു തിരക്കിന്റെ ഇടയിലാണ് ഇങ്ങനെ വീഡിയോസ് നമ്മൾ ചെയ്യാം എന്താ പറയുക നമ്മളോട് പറ്റാത്തത്. വൺസ് ഇതൊക്കെ ഒന്ന് സെറ്റായി റണ്ണായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക, നിങ്ങൾ സംശയം വേണ്ട, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. ഇപ്പോൾ ഞാൻ ഇതിനൊരു സോറി പറയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഗുലർ ആയിട്ട് വീഡിയോ വരും എന്നുള്ളത്. പക്ഷേ നമ്മളെ കൊണ്ട് പല കാര്യങ്ങളോട് പറ്റാത്തൊരു പ്രശ്നമാണ്. പിന്നെ പുതിയ ആളുകളാണ് തോന്നുന്നത് നമ്മൾ ഈ പല വീഡിയോസ് ഒക്കെ ചോദിക്കുന്നത്. പഴയ ആളുകൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച, അതായത് നമ്മൾ ഓൾറെഡി പണ്ട് നമ്മൾ പെയ്ഡ് ആയിട്ട് കൊടുത്തിരുന്ന കോഴ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അവിടെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും അതിന്റെ ആക്സസ് ഉണ്ടാവും. ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുതിയ ക്വസ്റ്റൻസ് വെച്ചിട്ട് അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. മാത്സ് എന്ന് പറഞ്ഞാൽ അന്നും എല്ലാം സെയിം തന്നെയാണ്. അല്ലാതെ മാത്സ് ഓരോ വർഷം കഴിയുന്നതോറും ഇങ്ങനെ മാറാനൊന്നുമില്ല കേട്ടോ. ആ ടോപ്പിക് തന്നെയാണ് ഇപ്പോഴും ചോദിക്കുന്നത്. ഇപ്പൊ എല്ലാവരും വേറൊരു സങ്കടത്തിലാണ്, വെണ്ടർ മാറും എന്നുള്ള സങ്കടത്തിലാണ്. അത് ഇത്രയും കാലം TCS ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇനി വേറൊരാൾ വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളൊരു സങ്കടത്തിലാണ്. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പക്ക കൺസെപ്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾ മാത്സും കാര്യങ്ങളും ബാക്കിയുള്ള എക്സാമുകളൊക്കെ പഠിച്ചതെങ്കിൽ നിങ്ങൾ ഒരു പേടിക്കണ്ട. നിങ്ങൾ ഏത് വെണ്ടർ വന്നോട്ടെ, നിങ്ങൾക്ക് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടും കേട്ടോ. അതല്ല നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ എന്താണ് ഇക്വേഷൻ വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ചെയ്യണം, ആ ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഇക്വേഷൻ ഇട്ട് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വെണ്ടർ മാറി അതിന്റെ ബുദ്ധിമുട്ട് വരും. കാരണം ചിലപ്പോൾ TCS മാറിയിട്ട് പുതിയ ഒരാൾ വരുമ്പോൾ അവർ ചോദിച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആയിരിക്കും ഇനി ചോദിക്കുന്നത്, പുതിയ ക്വസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ പഠിച്ച ഒരാൾക്ക് ബുദ്ധിമുട്ട് വരും. അതല്ല കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആയിട്ടുള്ള ഒരാൾക്ക് ഏതൊരു വെണ്ടർ വന്നോട്ടെ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ, ഇതിന് മുമ്പ് വെണ്ടർ മാറിയത് 2018-ലാണ്. കാരണം TCS പഴയ സിഫി മാറിയിട്ട് പുതിയ TCS വെണ്ടർ വരുന്നത് 2018-ലാണ്. അതിന്റെ ആദ്യത്തെ ഇരകളായിരുന്നു ഞങ്ങളൊക്കെ ബാച്ച്. ഞങ്ങളൊക്കെ 2017 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് 2018 വെണ്ടർ മാറി പുതിയ എക്സാം എടുത്തിട്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് അന്ന് നമ്മൾ നന്നായിട്ട് പഠിച്ചു പോയ ആളുകളെല്ലാം അന്ന് ജോലി കയറിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഇതിലൊരു പ്രശ്നമായിട്ട് ആരും കാണണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, കാരണം വെണ്ടർ കണ്ടിട്ടല്ലല്ലോ നമ്മളാരും പരീക്ഷയ്ക്ക് പഠിക്കാൻ ഇറങ്ങിയത്. TCS ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പരീക്ഷയ്ക്ക് പഠിക്കാൻ വന്നത്, അങ്ങനെ ആരുമില്ലല്ലോ. നമ്മൾ പരീക്ഷയ്ക്ക് എന്തും ചോദിച്ചോട്ടെ, അതിന് നമ്മൾ തയ്യാറായിരിക്കുക കേട്ടോ. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പൊ ഇന്ന് അധികം എന്താ പറയാ പ്രസംഗിച്ച് സമയം കളയുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ടൈം ആൻഡ് വർക്കിന്റെ ഒരു പാർട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റൻസ് കൂടെ ഒന്ന് ചെയ്യാം. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ടൈം ആൻഡ് വർക്കിന്റെ ഒരു സബ് ടോപ്പിക് ആയിട്ടുള്ള ഒരു സാധനം പൈപ്സ് ആൻഡ് സിസ്റ്റം കൂടെ ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ, നമ്മൾ ഓൾറെഡി എല്ലാ കംപ്ലീറ്റ് ക്ലാസ്സും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ജസ്റ്റ് ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. കുറച്ച് നല്ല നല്ല ചോദ്യങ്ങൾ പരിചയപ്പെടുക, അത്രേ ഉള്ളൂ നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ് എല്ലാം ചെയ്യും. റീസണിങ് ഓൾറെഡി അക്ഷയ് സാർ ക്ലാസ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും വളരെ നല്ല ക്ലാസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഇംഗ്ലീഷും നമ്മൾ പതുക്കെ ഓരോ വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, എന്താണ് ചോദ്യം? എന്താണ് A and B together can do a piece of work in? എപ്പോഴും പറയുന്ന പോലെ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ വീഡിയോ കാണുന്നവർ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്താ ആൻസർ കിട്ടുന്നത് നോക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡും നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് തമ്മിൽ എപ്പോഴും കമ്പയർ ചെയ്യുക കേട്ടോ. നല്ല മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ, എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് ആണെങ്കിൽ അത് ഫോളോ ചെയ്യുക, ഞാൻ ചെയ്യുന്ന മെത്തേഡ് ആണെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഓക്കെ, എന്താ A and B together can do a piece of work in 9 days. B and C of 4 days. A work for 2 days, then B work 4 days, and C finished. ഇത് റെഗുലർ ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ സെയിം പാറ്റേൺ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് ബുദ്ധിമുട്ടും. കാരണം ഇത് നമ്മൾ ഇത്രയും നേരം പഠിച്ച പോലെ ഡയറക്റ്റ് ആ ഒരു ചോദ്യമല്ല. സാധാരണ രീതിയിൽ എന്താ, A ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്തു, B ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് തരാറില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കണ്ടോ, A+B ഒരുമിച്ചുള്ള കണക്കാ തന്നിട്ടുള്ളത്, B+C നമ്മളെ കണക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതെന്താ, ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എപ്പോഴും ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മൾ A+B 9 ദിവസം, B+C എത്രയാണ് 4 ദിവസം. അപ്പൊ അതിന്റെ LCM എടുക്കുക. അതാണ് നമ്മുടെ ടോട്ടൽ വർക്ക്. 9ന്റെ 4ന്റെ LCM എന്ന് നമുക്കറിയാം 36. ആ 36 നമ്മുടെ ടോട്ടൽ വർക്ക്. ഇനി A+Bന്റെ എഫിഷ്യൻസി എന്താ, Aയും Bയും 9 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ AB-ന്റെ എഫിഷ്യൻസി, AB ഒരു ദിവസം കൊണ്ട് എത്ര വർക്ക് തീർക്കും, 4 വർക്ക്. അതുപോലെ തന്നെ BC 4 ദിവസം കൊണ്ട് വർക്ക് തീർക്കുമെങ്കിൽ അവരുടെ എഫിഷ്യൻസി എന്താ, ഒരു ദിവസം 9 വർക്കാണ് അല്ലെ. അതൊക്കെ നിങ്ങൾക്ക് എല്ലാം ബേസിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർ എന്ത് ചെയ്യുക, ബേസിക് ക്ലാസ്സുകൾ പോയിട്ട് ആദ്യം കാണാം. അപ്പൊ ഇതാണ് സംഭവം. ഇനി ഇവിടെ നിന്ന് എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്, A എത്ര ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്, A 2 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്, Bയോ 4 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്, Cയും 7 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ഓരോ ദിവസം വർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് AB കമ്പൈൻഡ് ആണ്, BC കമ്പൈൻഡ് ആണ്. Aയും Bയും Cയും സെപ്പറേറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടില്ല, ഓരോ എഫിഷ്യൻസി തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒന്ന് കമ്പൈൻ ചെയ്യാൻ പോവാണ്. ഇവിടെ A 2 ദിവസമുണ്ട്, B 4 ദിവസമുണ്ട്. അപ്പൊ Aന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, Bന്റെ 2 ദിവസം നമ്മൾ എടുക്കുകയാണ്. A+B, Aയും Bയും 2 ദിവസം, അതായത് A-ന്റെ 2 ദിവസം എടുത്തു, Bന്റെ ഇവിടുത്തെ 2 ദിവസം എടുത്തു. ഇനി ബാക്കി ഇവിടെ Bന്റെ എത്ര ഉണ്ട്, Bന്റെ 2 ദിവസം ഉണ്ട്. അപ്പൊ ആ Bന്റെ കൂടെ നമ്മൾ Cന്റെ ഇവിടുത്തെ 2 ദിവസം കൂടെ എടുക്കുകയാണ് കേട്ടോ. ഇനി നോക്കുക, ഞാൻ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ്,
എന്റെ 2 ദിവസം എടുത്തു, ബിന്റെ 2 ദിവസം എടുത്തു, എന്നിട്ട് കമ്പൈൻഡ് ആയിട്ട് എയും ബിയും 2 ദിവസം വർക്ക് ചെയ്യുന്ന രീതിയിലാക്കി മാറ്റി. ഇനി ബിന്റെ ടോട്ടൽ 4 ദിവസം അല്ലേ, 2 ദിവസം നമ്മൾ എന്റെ കൂടെ കൊടുത്തു, ഇനി ബാക്കിയുള്ള 2 ദിവസം പിന്നെ സിന്റെ ഇവിടുന്ന് 2 ദിവസം എടുത്തിട്ട് ടോട്ടൽ ബിയും സിയും 2 ദിവസം അത് നമ്മൾ എടുത്ത് അത് നിങ്ങൾക്ക് കൂടെ നോക്കിയാൽ മനസ്സിലാവും. കാരണം എ പ്ലസ് ബിന്റെയും ബി പ്ലസ് സിന്റെയും എഫിഷ്യൻസിയാണ് നമുക്ക് തന്നിട്ടുള്ളത്, അല്ല നമുക്ക് സെപ്പറേറ്റ് അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ക്ലബ് ചെയ്തത് കേട്ടോ. ഇനി നോക്കുക, ഈ ബിന്റെ കൂടെ പോകാൻ സിക്ക് എന്ത് ചെയ്തു, സി ഒരു 2 ബിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സിന്റെ ബാക്കി എത്രയാണ്, 5 ആണ്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാറ്റി, അതായത് എ പ്ലസ് ബി ഒരുമിച്ച് 2 ദിവസം വർക്ക് ചെയ്തു, ബി പ്ലസ് സി ഒരുമിച്ച് 2 ദിവസം വർക്ക് ചെയ്തു, സി ഒറ്റക്ക് 5 ദിവസം വർക്ക് ചെയ്തു. അതന്നെയല്ലേ ഈ സാധനം, എ സെപ്പറേറ്റ് 2 ദിവസം വർക്ക് ചെയ്തു, ബി 4 ദിവസം വർക്ക് ചെയ്തു, സി ഇതിനൊന്ന് ക്ലബ് ചെയ്ത് എഴുതും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് ചെയ്യാൻ പറ്റും. എ പ്ലസ് ബി നമുക്കറിയാം, എ പ്ലസ് ബി 2 ദിവസം വർക്ക് ചെയ്താൽ എ ബിന്റെ എഫിഷ്യൻസി അല്ലേ, എ ബി ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 4 ആണ് എഫിഷ്യൻസി, അങ്ങനെ 2 ദിവസം വർക്ക് ചെയ്താൽ ടോട്ടൽ എത്ര വർക്ക് തീരും, ടോട്ടൽ 8 വർക്ക് തീരും. ഓക്കെ, അതുപോലെ തന്നെ ബിയും സിന്റെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി 9 ആണ്, 2 ദിവസം വർക്ക് ചെയ്താൽ ടോട്ടൽ എത്ര വർക്ക് തീരും, 18. അതായത് എയും ബിയും 2 ദിവസം വർക്ക് ചെയ്താൽ 8 തീരും, ബിയും സിയും 2 ദിവസം വർക്ക് ചെയ്താൽ 18 തീരും, ടോട്ടൽ 26 എന്ത് ചെയ്തു, വർക്ക് തീർന്നു. നമുക്കറിയാം ടോട്ടൽ ഉള്ളത് 36 വർക്കാണ്, ഈ ബാക്കി എത്ര വർക്ക് ഉണ്ട്, 10 വർക്ക്. ഈ 10 വർക്കാണ് സി എന്ത് ചെയ്യുന്നത്, 5 ദിവസം കൊണ്ട് തീർക്കുന്നത്. നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താ, ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ സി അലോൺ ഇൻ 1 day. ഓക്കെ, ഇതിലൊന്നും കട്ടിയാണ് 1 day കേട്ടോ. അതായത് സി ഒറ്റക്ക് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയാണ് ചോദ്യം. ഓക്കെ, അതിനല്ലേ ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ സി അലോൺ ഇൻ 1 day. ഓക്കെ, അപ്പൊ നോക്കുക ഇവിടെ എത്രയാണ്, ടോട്ടൽ 10 ആണ് വർക്ക് ഉള്ളത്, സിയോ 5 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 10 വർക്ക്, ബാക്കി 5 ദിവസം കൊണ്ട് ചെയ്താൽ ഒരു ദിവസത്തെ വർക്ക് എത്രയാ, 10/5 2 എന്ന ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. അപ്പൊ മനസ്സിലായിട്ട് വിചാരിക്കും, ജസ്റ്റ് ഒന്നുമില്ല ഈ സാധനത്തിലേക്ക്, അതായത് എ ബിയും ബി സിയും സെപ്പറേറ്റ് അല്ല ഒരുമിച്ചാണ് നമുക്ക് തന്നിട്ടില്ല, എ ബിയും സിയും സെപ്പറേറ്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ അതിലേക്ക് ഒന്ന് ഇതിനെ കൺവേർട്ട് ചെയ്ത് മാറ്റി, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ഇവിടെ എന്താണ്, 20 men can complete a work in 12 days. After 6 days, 24 more men joined them. How many days will they now take to complete the remaining work? ഇത് നമ്മളെ ഒരു MDH ഫോർമുല ഉണ്ട് അല്ലെ, MDH ഫോർമുല എന്നിട്ട് പഠിക്കുന്ന സംഭവം ഒന്നുമില്ല. എന്താ സംഭവം, എന്താ M1 D1 T1 H1, ചിലപ്പോൾ MDT ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. MDH divided by W1 is equal to M2 D2 H2 by W2. ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നല്ലേ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ മൂന്നാമത്തെ ഒരു കേസ് ഉണ്ടെങ്കിൽ M3 D3 H3 by W3 അത്രേ ഉള്ളൂ, അതാണ് ഈ ഇക്വേഷൻ. അതായത് സെയിം എഫിഷ്യൻസി ഉള്ള കുറെ ആൾക്കാർ ഒരേ വർക്കിന്റെ തന്നെ പല പല പാർട്ടായിട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ തരിക, അവിടെയാണ് നമ്മൾ ഇക്വേഷൻ ചെയ്യുക കേട്ടോ. അതായത് സെയിം ടൈപ്പ് ഓഫ് വർക്ക് തന്നെയാണ്, സെയിം ടൈപ്പ് ഓഫ് ആൾക്കാർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ ഡിഫറെന്റ് പാർട്ടായിട്ട്, അല്ലെങ്കിൽ സെയിം വർക്ക് തന്നെ വേറെ സ്ഥലത്ത് വേറെ ഡിഫറെന്റ് ആൾക്കാരല്ല, വേറെ നമ്പർ ഓഫ് ആൾക്കാരായിട്ട് വർക്ക് ചെയ്യുക, അങ്ങനത്തെ ടൈപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, 30 ആൾക്കാർക്ക് 12 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ വർക്ക് തുടങ്ങി 6 ദിവസം കഴിഞ്ഞപ്പോൾ 24 ആൾക്കാരും കൂടെ വന്നു അല്ലെ, സ്വാഭാവികമാണ്. 24 ആൾക്കാരും കൂടി കൂടുതൽ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്താൽ മതി, ഡേയ്സ് കുറച്ച് മതി. അപ്പൊ അത് എത്ര ഡേയ്സ് ആണെന്നാ ചോദ്യം, ഡയറക്റ്റ് ആണ് ഇത് നോക്കുക. ഈ ഇക്വേഷൻ നോക്കി എല്ലായിടത്തും നമുക്ക് എമ്മും ഡിയും എച്ചും W1 വേണമെന്നില്ല. ചില കേസിൽ എന്തായിരിക്കും, വർക്ക് സെയിം ആയിരിക്കും, ആദ്യം ചെയ്യുന്ന വർക്കും രണ്ടാമത് ചെയ്യുന്ന വർക്കും സെയിം ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ W1 W2 കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് രണ്ടും ഈക്വൽ ആകുമ്പോൾ കട്ട് ചെയ്തു. പിന്നെ ചില കേസിൽ ഡേയ്സ് മാത്രമേ വരുള്ളൂ, ഹവേഴ്സ് പറയില്ല. ഇതെന്താണ്, ഇത് ശരിക്കും D1 എന്ന് പറഞ്ഞ ഡേയ്സ് ആണ്, H1 എന്ന് പറഞ്ഞ ഹവേഴ്സ് ആണ്, ഒരു ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്യുമെന്ന് നോക്കണം. അപ്പൊ ഡേയ്സിന്റെ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്ത് ചെയ്യേണ്ട, നമ്മൾ H1 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ബാക്കി എമ്മും ഡിയും മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ എന്തൊക്കെയുണ്ട്, 30 men ഉണ്ട്. അപ്പൊ ഫസ്റ്റത്തെ കേസിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 30 men ഉണ്ട്. അവർ ആദ്യത്തെ കേസിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് പറ, 12 days കൊണ്ട് വർക്ക് തീർക്കാൻ പറ്റുന്നു, പക്ഷെ അവർ 6 ദിവസം ഫസ്റ്റത്തെ കേസിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ 30 × 6 ഇതെന്തിന് ഈക്വൽ ആണ്. രണ്ടാമത്തെ കേസ് നോക്കുക, ഇതാ ഈ M2 D2 അല്ലേ, M2 എന്ന് പറഞ്ഞാൽ 24 more men. അതെ, നേരത്തെ 30 ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പൊ എത്രയായി, 30 + 24 54 ആൾക്കാർ കേട്ടോ, ഇൻറ്റു D2. ഈ D2 ആണ് നമുക്ക് കാണുന്നത്. എന്തുകൊണ്ട് നമ്മൾ W1 W2 എടുക്കാത്തത്, ഇവിടെ W1 W2 സെയിം ആണ് അല്ലെ, കാരണം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, 30 men 12 ദിവസം കൊണ്ട് ഒരു വർക്ക് തീർക്കാൻ പറ്റുമെങ്കിൽ അവർ 6 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, 12 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന വർക്ക് 6 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ പകുതി വർക്ക് തീർന്നു അല്ലെ. ഫസ്റ്റത്തെ കേസിൽ അവർ പകുതി വർക്ക് തീർത്തു, ഇനി രണ്ടാമത്തെ കേസിൽ ബാക്കി പകുതി വർക്കാണ്. അപ്പൊ 50% ആദ്യത്തെ കേസിലും 50% രണ്ടാമത്തെ കേസിലും, രണ്ട് വർക്കും എന്താണ് സെയിം ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ താഴെ W1 W2 കൊടുക്കാത്തത് കേട്ടോ. അപ്പൊ ഇത് ഡയറക്റ്റ് എന്ന് സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. D2 എന്ന് പറഞ്ഞാൽ എന്താ, സോൾവ് ചെയ്യും, 6ഉം 54ഉം പോയാൽ 9. അതായത് D2 എന്ന് പറഞ്ഞാൽ 30/9. 30/9 എന്ന് പറഞ്ഞാൽ 10/3. 10/3 എന്ന് പറഞ്ഞാൽ 3 1/3. ഏതാണ് ഓപ്ഷൻ, ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും നിങ്ങൾ അധികം നോക്കാൻ നിൽക്കണ്ട കേട്ടോ.
എപ്പോഴും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരേ ടൈപ്പ് ഓഫ് വർക്ക്, ഇപ്പൊ ഇവിടെ ചെയ്യുന്നത് രണ്ടാമത്തെ കേസിൽ ചെയ്യുന്നു സെയിം വർക്കാണ്. അല്ലാതെ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർക്ക് ചെയ്യുന്ന കേസ് നമുക്ക് ഇക്വേഷൻ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തെന്താ n+18% ഈച്ച് വർക്കിംഗ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷനിൽ അതേ വർക്കാണ് കേട്ടോ. ഇക്വേഷൻ എന്താ, M1D1H1 ഡിവൈഡഡ് ബൈ W1 ഈസ് ഈക്വൽ ടു M2D2H2 ഡിവൈഡഡ് ബൈ W2. ആ കേസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടുത്തെ M1 എന്ന് പറഞ്ഞാൽ എന്താ, ഇതാ n+18. ഫസ്റ്റത്തെ കേസിലെ ആൾക്കാർ എണ്ണം തന്നിട്ടുണ്ട്. ഇതാ H1 തന്നിട്ടുണ്ട്, D1 തന്നിട്ടുണ്ട്, W1 ഇതാ W1 തന്നിട്ടില്ല, അല്ല ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് 48% വർക്ക്. അതിനെയാണ് വർക്ക് അല്ലേ. എത്ര പാർട്ട് ഓഫ് വർക്ക് നമുക്ക് കണ്ടതുള്ളൂ. അപ്പൊ ഫസ്റ്റത്തെ കേസ് വന്നു. രണ്ടാമത്തെ കേസിലാ M2 വന്നിട്ടുണ്ട്, D2 വന്നിട്ടുണ്ട്, H2 വന്നിട്ടുണ്ട്. നമുക്ക് കണ്ട എന്താ N. ഈ N-ന്റെ എല്ലാം തന്നിട്ടുണ്ട്. N മാത്രമുള്ള എണ്ണമുണ്ട്. ഡയറക്റ്റ് N ചെയ്താൽ മതി. പറ ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക M1D1H1. M1 എന്ന് പറഞ്ഞാൽ ഇവിടെ n+18 ആണ്. ഇനി D1 എന്ന് പറഞ്ഞാൽ 20 അല്ലെ. H1 എന്ന് പറഞ്ഞാൽ ഹവേഴ്സ് 7.5 ഡിവൈഡഡ് ബൈ W1 എന്ന് പറഞ്ഞാൽ 48%. അതായത് 48 എടുത്താൽ മതി. രണ്ട് സൈഡിലും പെർസെന്റേജ് വരുമ്പോൾ ആ പെർസെന്റേജ് കട്ടായി പോകും. പെർസെന്റേജ് പറഞ്ഞാൽ എന്താ 1/100 ആണ് അല്ലെ. 48% പറഞ്ഞാൽ 48/100. അപ്പൊ 100 ഈ രണ്ട് സൈഡിലും കട്ടായി പോകുന്നതുകൊണ്ട് പെർസെന്റേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ടാമത്തെ കേസ് n+12 അല്ലെ. രണ്ടാമത്തെ കേസിലെ നമ്പർ ഓഫ് ഹവേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ ഡേയ്സ് തന്നിട്ടുണ്ട് 30, ഹവേഴ്സോ 6.5. താഴെ എന്താണ് W2. 48% വർക്ക് തീർന്നു. ഇനി ബാക്കി എത്ര ഉണ്ട്, 52%. ഇത് സോൾവ് ചെയ്യാനുള്ള നമ്മുടെ സ്കില്ലാണ് ഈ ആൻസർ. ഈ ചോദ്യം എത്രത്തോളം പെട്ടെന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ കാൽക്കുലേഷൻ സ്കില്ലാണ്. ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ ലെവൽ ഇപ്പൊ TCS ക്വസ്റ്റൻ ഒക്കെ നോക്കിയാൽ കാൽക്കുലേഷൻ അത്ര ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. അപ്പൊ അതുപോലെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ ചെയ്താൽ അത് കിട്ടുന്ന അറിയാം. പക്ഷെ ഇവിടെ നിങ്ങൾ വീണ്ടും 2 മിനിറ്റ് ചെയ്യാൻ എടുക്കുക, പിന്നെ എന്തില്ല, ഇതിൽ വലിയ കാര്യമില്ല. അപ്പൊ നമ്മൾ എങ്ങനെ പെട്ടെന്ന് ചെയ്യാം, ഈ 20യും 13.233 അല്ലെ. ഇനി എന്താ ചെയ്യാം, ഇനി നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്ത് പോകണം. അതായത് ഇവിടെ 48 12 വരും, ഇവിടെ എന്താവും 13 ആവും. ഇനി 13.65 കാണുമ്പോൾ നമുക്ക് 13.65 പോകുന്ന രീതിയിൽ. അപ്പൊ ഈ ഡെസിമലാണ് ഒഴിവാക്കുക അല്ലെ. ഈ ഡെസിമൽ ഒഴിവാക്കുക. രണ്ട് സൈഡിലും 10 ഉണ്ടാകുമ്പോൾ ഇവിടെ 75 ഇവിടെ 65 വരും. അപ്പൊ ഈ 13ഉം 65 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 ആണ്. ബാക്കി എത്ര ഉള്ളത്, പെട്ടെന്ന് നോക്കുക. ഇനിയിപ്പോ ബാക്കിയുള്ളത് 3, 5, 2, 75 അല്ലെ. ഈ 75ഉം 12ഉം കട്ട് എത്ര കിട്ടും, ഇവിടെ 25 കിട്ടും. ഇവിടെയോ 4 കിട്ടും. ഈ 2ഉം 4ഉം കട്ട് ചെയ്താൽ 2 കിട്ടും. ഇനി 25ഉം 5ഉം കട്ട് ചെയ്താൽ ഇവിടെ എന്താവും, 5 ആവും. ഇപ്പൊ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ബാക്കി എന്തെന്നുള്ളത്, n+18 ഇൻറ്റു ഒരു 5 കൂടെ ബാക്കി ഉണ്ട് അല്ലേ, ഇസ് ഈക്വൽ ടു n+12 ഇൻറ്റു എന്താണ്, ഒരു 3 ഇവിടെ ഉണ്ട്, ഒരു 2 ഇവിടെ ഉണ്ട്, 6. ആൻസർ ആയി പെട്ടെന്ന് തന്നെ. ഇനി പൊട്ടടിക്ക് നോക്കിയാൽ കാണാം അല്ലെ. n×5 5n ഉണ്ട്, ഇവിടെ n×6 6n ഉണ്ട്. അപ്പൊ 6n ഉം 5n ഉം മാറ്റിയാൽ ഒരു സൈഡിൽ വന്നാൽ n അല്ലെ. ഇനി ബാക്കി 18x5 എത്ര, 90. ഇവിടെ 12x6 72. അപ്പൊ 90ഉം 72 തമ്മിൽ ഡിഫറൻസ് 18. ഒറ്റടി കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. n എന്ന് പറഞ്ഞാൽ എത്രയാണ്, 18 ആണ്. അപ്പൊ ഇത് നിങ്ങൾ സ്റ്റെപ്പ് ആക്കി എഴുതി അലമ്പാക്കാൻ പോകരുത്. ഒറ്റടിക്കാൻ ഇവിടുന്ന് കട്ട് ചെയ്ത് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്താം കേട്ടോ. അതിനാണ് കാൽക്കുലേഷൻ അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. കാൽക്കുലേഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, മാത്സിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അതിപ്പോ TCS അല്ല, ഇനി ആര് വന്നാലും TCS കുറച്ച് വൃത്തിയായിട്ട കാൽക്കുലേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഏത് വെണ്ടർ വന്നാലും നമുക്ക് അവിടെ കാൽക്കുലേഷൻ ആവശ്യമുണ്ട്. പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള സാധാ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻ എന്ത് ചെയ്യണം, നമ്മളെല്ലാത്തിലും സ്പീഡായിട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം ഇതെന്താണ്, A and B are equally efficient and each could individually complete a piece of work in 30 days. രണ്ടുപേരും ഒരു ഹോളിഡേ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ രണ്ടുപേർക്കും എന്ത് ചെയ്യാൻ പറ്റും, രണ്ടുപേരും ഈക്വലി എഫിഷ്യന്റ് ആണ്. എയും ബിയും ഒരേ എഫിഷ്യൻസിയുള്ള ആളുകളാണ്. രണ്ടുപേർക്കും എന്ത് ചെയ്യാൻ പറ്റും, 30 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റൻ വായിച്ച് മനസ്സിലാക്കുക. ഇനി ഇവിടെ പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച് തുടങ്ങി. പക്ഷേ എന്താണ്, എ എല്ലാ 4 ദിവസം കഴിയുമ്പോഴും എ ലീവ് എടുക്കും. അതായത് ഓരോ 4 ദിവസം കഴിയുമ്പോൾ 5ാമത്തെ ദിവസം എ ലീവ് എടുക്കും. ബി ആണെങ്കിലോ ഓരോ 5 ദിവസം കഴിയുമ്പോഴും 6ാമത്തെ ദിവസം എന്ത് ചെയ്യും, ബി ലീവ് എടുക്കും. അങ്ങനെയാണെങ്കിൽ 1 ഓഗസ്റ്റ് 1/8/2022 ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ എപ്പോഴാണ് ഈ വർക്ക് തീരുന്ന ചോദ്യം. അപ്പൊ നമുക്കോട് നോക്കി മനസ്സിലാവും 30 ടോട്ടൽ. നമ്മൾ ഒറ്റ കേസല്ലേ പറയുന്നുള്ളൂ. ടോട്ടൽ 30 വർക്ക് ഉണ്ട് വിചാരിക്കുക. 30 വർക്ക്, ഇതാണ് ടോട്ടൽ വർക്ക്. അപ്പൊ നമുക്കറിയാം എന്റെയും ബിന്റെയും എഫിഷ്യൻസി പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. രണ്ടുപേരും ഈക്വൽ എഫിഷ്യൻസി ആണ്. 30 ദിവസം കൊണ്ട് 30 വർക്ക് തീർക്കണമെങ്കിൽ ഒരു ദിവസം ഓരോ വർക്ക് വെച്ച് തീർക്കണം. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏതൊക്കെ ദിവസങ്ങളാണ് ലീവ് എടുക്കുന്നത്,
ഇതൊക്കെ നിങ്ങളുടെ ലോജിക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ ഈ ടൈപ്പ് ചോദ്യത്തിന് അങ്ങനെ പെട്ടെന്ന് ഒരു ഇക്വേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സംഭവം പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ലോജിക്കൽ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യാൻ. പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിൽ കത്തണം. അപ്പൊ എന്ന് പറഞ്ഞ ഒരാൾ ഓരോ 4 ദിവസം കഴിയുമ്പോൾ 5-ാമത്തെ ദിവസം ലീവ് എടുക്കും. അതായത് 5-ാമത്തെ ദിവസം ലീവാണ്, 10-ാമത്തെ ദിവസം ലീവാണ്, 15-ാമത്തെ ദിവസം ലീവാണ്, അങ്ങനെ പോകും. 20 എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും. മാക്സിമം 19 ഓഗസ്റ്റ്, അതായത് 1-ാം തീയതി തുടങ്ങി 19 വരെയാണ്. അപ്പൊ 20 വരെ എടുത്താൽ മതി. ഇനി ബീന്റെ നോക്കുക. ബി നമുക്കറിയാം ഓരോ 5 ദിവസവും കഴിഞ്ഞ് 6-ാമത്തെ ദിവസം ലീവ് എടുക്കുന്നത്. അതായത് 6ന്റെ മൾട്ടിപ്പിൾ ഒക്കെ എന്ത് ചെയ്യും? ലീവ് എടുക്കും. പിന്നെ 6 ദിവസം കഴിഞ്ഞ് വീണ്ടും 5 ദിവസം കഴിഞ്ഞ് 12-ാമത്തെ ദിവസം ലീവ് എടുക്കുന്നത്. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ 6-ാമത്തെ ദിവസം, 12-ാമത്തെ ദിവസം, 18-ാമത്തെ ദിവസം അടക്കണം. ഈ ദിവസങ്ങളിലാണ് ലീവ്. അതായത് ഈ ഒരു ദിവസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ദിവസത്തിലൊക്കെ എന്ത് ചെയ്യും? 2 വർക്ക് വെച്ച് നടക്കും. കാരണം എയും ബിയും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? എയും ബിയും വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ എഫിഷ്യൻസി 1 ബിന്റെ എഫിഷ്യൻസി 1. അപ്പൊ ഈ ഒരു ദിവസങ്ങൾ വെച്ച് ബാക്കി എല്ലാ ദിവസവും 2 വർക്ക് വെച്ച് നടക്കും. പക്ഷെ ഈ ഒരു ദിവസങ്ങളിൽ മാത്രം ഇത് കോമൺ ആയിട്ട് ഏതെങ്കിലും ദിവസം ഉണ്ടോ? ഇല്ല. കോമൺ ആയിട്ട് ഒരു ദിവസവും ഇല്ല. കോമൺ ആയിട്ട് ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം വർക്കേ നടക്കൂല അതിന്റെ അർത്ഥം. കാരണം എയും ബിയും ലീവ് എടുക്കുക. കുറച്ച് ദൂരം മുന്നോട്ട് പോയാൽ കോമൺ ആയിട്ട് ഏതെങ്കിലും ദിവസം വരും. പക്ഷെ ഇത്ര ദിവസങ്ങളിൽ കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പൊ ഈ 5-ാം തീയതി, 10-ാമത്തെ ദിവസം, 15-ാമത്തെ ദിവസം, 6, 12, 18 ഈ ദിവസങ്ങളിലൊക്കെ ഒരു വർക്കേ നടക്കുള്ളൂ. അപ്പൊ നമ്മൾ ലോജിക്കലി നോക്കുക. എത്രയാണ്? ഒരു 18 വരെ. ഈ ഒരു 18 വരെ നമ്മൾ എത്ര വർക്ക് നടക്കുന്നുണ്ട് ആദ്യം നോക്കുക അല്ലെ? 18 വരെ എത്ര വർക്ക് നടക്കും? നമുക്കറിയാം ടോട്ടൽ 18ൽ ടോട്ടൽ എത്രയുണ്ട്? ഈ 6 ദിവസം എത്ര വർക്കേ നടക്കുള്ളൂ? ഒരു വർക്കേ നടക്കുള്ളൂ. ബാക്കിയുള്ള എത്രയുണ്ട്? 18 വരെ ബാക്കി 12 ദിവസം ഉണ്ട്. ഈ 12 ദിവസം എത്ര വർക്ക് നടക്കും? ഒരു ദിവസം 2 വർക്ക് വെച്ച് 24 വർക്ക് നടക്കും. 6 ദിവസങ്ങളിൽ ഒരു വർക്ക് വെച്ചിട്ട് 6 വർക്ക് നടക്കും അല്ലെ? ഒറ്റയ്ക്ക് നോക്കുമ്പോൾ തന്നെ ആൻസർ ആയില്ലേ അല്ലെ? അതായത് ബാക്കിയുള്ള ഈ 6 ദിവസങ്ങളിൽ വെച്ച് ബാക്കിയുള്ള 12 ദിവസങ്ങളിൽ ഒരു ദിവസം 2 വർക്ക് വെച്ച് നടക്കുന്നുണ്ട്. അതാണ് 24 വർക്ക്. ഈ 6 ദിവസങ്ങളിലോ ഓരോ വർക്ക് വെച്ച് നടക്കുള്ളൂ. അതായത് 18 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? ഈ വർക്ക് ടോട്ടൽ 30 വർക്കല്ലേ ഉള്ളൂ. ഇവിടെ 30 ആയില്ലേ? 6 + 24 30 ആയി. അപ്പൊ ടോട്ടൽ 30 വർക്ക് 18 ദിവസം കൊണ്ട് തീർക്കും. അതായത് 1-ാം തീയതി തുടങ്ങിയാൽ 18-ാം തീയതി എന്ത് ചെയ്യും? ആ വർക്ക് തീരും. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇക്വേഷനോ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനില്ല. പ്യുവർ നിങ്ങളുടെ ലോജിക്ക് മാത്രം അപ്ലൈ ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ എഴുതി പോവാം. എന്താ 1-ാമത്തെ ദിവസം അവർക്ക്, 2-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം, 4-ാമത്തെ ദിവസം, 5-ാമത്തെ ദിവസം ഹോളിഡേ, 6, 7, 8, 9, 10 ഹോളിഡേ. ഇത് എന്റെ കേസാണ് പറയുന്നത്. ഇനി ബിന്റെ ആണെങ്കിലോ 1, 2, 3, 4, 5, 6 കഴിഞ്ഞ് 7-ാമത്തെ അല്ല 6-ാമത്തെ ദിവസമാണ് ഹോളിഡേ. സോറി, 6-ാമത്തെ ദിവസം ഹോളിഡേ. പിന്നെയും 1, 2, 3, 4, 5 എന്നിട്ട് 6-ാമത്തെ ദിവസം ഹോളിഡേ. അങ്ങനെ എഴുതി നോക്കുക കേട്ടോ. ഇങ്ങനെ എഴുതിയാൽ അധികം സമയം പോകും. പെട്ടെന്ന് നിങ്ങൾ ആ ലോജിക്ക് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പോട്ടെ. ഇങ്ങനെ ചെയ്ത് വീണ്ടും ഒരുപാട് സമയം പോകും. സംഭവം വലിയൊരു ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും സിമ്പിൾ ആയിട്ട് ജസ്റ്റ് 10, 20, 30 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം. എ ബി ഒരു വർക്ക് എ ബി ഒരുമിച്ചാണെങ്കിൽ 9 ദിവസം കൊണ്ട്, ബി സി ഒരുമിച്ചാണെങ്കിൽ 18 ദിവസം കൊണ്ട്, എയും ബിയും സിയും ഒരുമിച്ചാണെങ്കിൽ 8 ദിവസം കൊണ്ട്, അങ്ങനെയാണെങ്കിൽ എയും സിയും ഒരുമിച്ച് ആ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന ചോദ്യം അല്ലെ? ഒന്നുമില്ല, ഡയറക്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഇവിടെ 9 ഉണ്ട്, പിന്നെന്താ 18 ഉണ്ട്, 8 ഉണ്ട്. 9ഉം 18ഉം 8ഉം അതിന്റെ LCM എടുക്കണം. പെട്ടെന്ന് തന്നെ കിട്ടും നമുക്ക്. എത്രയാണ്? 72. അതൊക്കെ നിങ്ങളുടെ സ്കില്ലാട്ടോ. LCM പെട്ടെന്ന് ഇങ്ങനത്തെ ഒരുപാട് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഈ ടൈം വർക്കിന്റെ അധികം ചോദ്യം ഈ ഒരു കുറച്ച് വാല്യൂസ് ഒക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാം. കാരണം LCM പെട്ടെന്ന് കോമൺ ആയിട്ട് കിട്ടുന്ന വാല്യൂസ് വെച്ചിട്ട് അധികം ചോദ്യം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു 10, 100, 200, 500 ക്വസ്റ്റൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഏത് നമ്പർ കിട്ടിയാലും അതിന്റെ LCM സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ 8ഉം 18ഉം 9ന്റെ LCM 9ഉം 18 നോക്കുക. അതിന്റെ LCM കാണേണ്ട ആവശ്യമില്ല. 18 പിന്നെ 18 8 മാത്രം നോക്കി ചെയ്താൽ മതി. എന്തായാലും നമുക്ക് എന്ത് കിട്ടും? LCM, അതായത് ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 72 കിട്ടും. ഇനി എയും ബിയും ഒരുമിച്ചാണെങ്കിൽ പറ, എയും ബി ഒരുമിച്ചാണെങ്കിൽ 9 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുമെങ്കിൽ അവരുടെ എഫിഷ്യൻസി എത്രയാ? 72/9 എന്ന് പറഞ്ഞാൽ 8. ഒരു മിനിറ്റ്, 8. ഇനിയോ ബിയും സിയും ഒരുമിച്ചാണെങ്കിൽ എത്ര ദിവസം കൊണ്ടാ? 18 ദിവസം കൊണ്ട്. അപ്പൊ ബിയും സിയും ഒരുമിച്ചാണെങ്കിൽ അവരുടെ എഫിഷ്യൻസി 4 ആണ്. ഇനി വർക്കിംഗ് ടുഗദർ എയും ബിയും സിയും ഒരുമിച്ചാണെങ്കിൽ അവരുടെ എഫിഷ്യൻസി എത്രയാ? ഒരുമിച്ചാണെങ്കിൽ 8 ദിവസം കൊണ്ട് തീരും. അപ്പൊ 9 കേട്ടോ. അപ്പൊ ഇവിടെ എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് എയും സിയും ഒരുമിച്ചാണെങ്കിൽ അവർ എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് എ ബി വന്നിട്ടുണ്ട്, ബി സി വന്നിട്ടുണ്ട്, എ ബി സി വന്നിട്ടുണ്ട്. ഒറ്റയടിക്ക് കൂടെ കണ്ടൂടെ? എയും ബിയും സിയും ഒരുമിച്ച് ചെയ്യുമ്പോൾ അവരുടെ എഫിഷ്യൻസി 9 ആണ്. അതിൽ എയും ബിയും മാത്രമാകുമ്പോൾ 8 ആണെങ്കിൽ ആ എക്സ്ട്രാ 1 കൊടുക്കുന്ന ആരാ? സി ആണ് അല്ലെ? കാരണം എ ബി സി കൂട്ടുമ്പോൾ 9 ആണ്. അതിൽ എയും ബി മാത്രം 8 ആണെങ്കിൽ ബാക്കി 1 ആരാ? സി ആണ്. ഇനിയോ ബി സിന്റെ നോക്കുക. എയും ബിയും സിയും 9 ആണ്. അതിൽ ബി സി എന്ന് പറഞ്ഞാൽ 4 ആണെങ്കിൽ ആ 5 എക്സ്ട്രാ കൊടുക്കുന്ന ആരാ? എ ആണ് അല്ലെ? അപ്പൊ എന്റെ എഫിഷ്യൻസി 5 ആണ്, സിന്റെ എഫിഷ്യൻസി 1 ആണ്. അപ്പൊ എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താ? എ സി ഒരുമിച്ചാകുമ്പോൾ 6 ആണ് എഫിഷ്യൻസി. ചോദ്യം എന്താ? ഇവർ ഒരുമിച്ചാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് വർക്ക് തീരുന്നല്ലേ? ടോട്ടൽ വർക്ക് 72 ആണ്. അപ്പൊ അവർ ഒരുമിച്ചാണെങ്കിൽ 72/6 എത്രയാ? 12 ദിവസം കൊണ്ട് ആ വർക്ക് തീരും. ഇനി അതല്ലെങ്കിലോ
നമ്മൾ നോക്കുക അത് അവിടെ ഇനി വേറെ മെത്തേഡ് പറഞ്ഞാൽ എയും ബിയും നമ്മൾ 8 കിട്ടി, ബിയും സിയും കിട്ടി, ഇനി എയും സിയും അത് നമുക്കറിയില്ല. ഇതാണ് നമുക്ക് കാണുന്നത്. ഇത് കിട്ടിയാൽ നമുക്ക് ചെയ്തോളൂ. എയും സിയും ഒരു ദിവസം എത്ര വർക്ക് ചെയ്യുന്നു കിട്ടിയാൽ നമുക്ക് ഡയറക്റ്റ് 72 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഈ എ ബി ബി സി എ സി ഇത് മൂന്നിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും 2ABC എന്ന് കിട്ടും അല്ലെ. കാരണം ഇവിടെ എ ബി ഉണ്ട്, ഇവിടെ ബി സി ഉണ്ട്, ഇവിടെ എ സി ഉണ്ട്. അപ്പൊ 2A 2B 2C വരുന്നത്, അതായത് 2ABC. അതായത് 8A + 4A+ നമ്മൾ കാണേണ്ട സംഭവം, അതായത് 12A+ നമുക്ക് കാണേണ്ട നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെ. ഇനിയോ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു സാധനത്തിനെ മാത്രം ഒന്ന് എടുക്കുക. ഇവിടെ നോക്കുക ABC എന്ന് പറഞ്ഞാൽ 9 ആണ്, ഇവിടെ നമുക്ക് 2ABC ആണ്. അപ്പൊ ഇവിടെ ABC ഒന്ന് ഡബിൾ എടുക്കുക, 2ABC എത്രയാണ്, ഒരു ABC എ ബി സി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 9 ആണെങ്കിൽ 2 മൾട്ടിപ്ലൈ എന്ത് കിട്ടും, 18 കിട്ടും. രണ്ടും സെയിം അല്ലേ. ഈ 2ABC എന്ന് പറഞ്ഞാലും ഈ 2ABC എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പൊ ഇവിടെ 12A+ എന്തോ ഒരു സംഖ്യ ചെയ്യുമ്പോഴാണ് 18 കിട്ടുന്നത്. 12A+ എന്താണ്, 6 ആണ് അല്ലെ. അതിന്റെ അർത്ഥം എന്താ, ഈ എക്സ്ട്രാ നമുക്ക് കാണേണ്ടത് AC ആണ്. അപ്പൊ ACന്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ ഇത് എത്ര ദിവസം കൊണ്ട് തീർക്കും, 12 അല്ലെ, സോറി 72/6. 72/6 എന്ന് പറഞ്ഞാൽ 12. ഇങ്ങനെയും ചെയ്യാം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, ഇതൊന്നും വലിയ ടഫ് ആയിട്ട് ചോദ്യമല്ല. ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയോ എന്നുള്ളത് ഇവിടെ ഒരു പ്രസക്തിയേ ഇല്ല. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയോ എന്നുള്ളത് മാത്രമാണ് SSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തി. ബാക്കിയല്ല നിങ്ങൾക്ക് ചെയ്യാൻ അറിയോ ഇല്ലേ അതല്ല. നിങ്ങൾ 2 മാസം നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് സിലബസ് മൊത്തം കവർ ചെയ്യാവുന്നതേ ഉള്ളൂ, അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാൻ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ ടൈം വർക്ക് ഇവിടെ നിർത്തുകയാണെങ്കിൽ അധികം ചോദ്യം ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം, ടൈം ആൻഡ് വർക്കിന്റെ ഒരു വകഭേദം അല്ലെ, കൊറോണന്റെ വകഭേദം എന്നൊക്കെ പറയുന്ന പോലെ ടൈം ആൻഡ് വർക്കിന്റെ ഒരു വകഭേദമാണെന്ത്, പൈപ്സ് ആൻഡ് സിസ്റ്റേൺ. അവിടെ നമ്മൾ പഠിച്ച അതേ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ എക്സ്ട്രാ വരുന്ന ഒറ്റ കാര്യമുള്ള എന്താണ്, ഒരു നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞ സംഭവം വരും. വേറെ ഒന്നും ഇവിടെ ടൈം ആൻഡ് വർക്കും ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് പൈപ്സ് ആൻഡ് സിസ്റ്റേണിൽ എപ്പോഴും എന്താ, ഒരു ടാങ്ക് നടക്കുന്നതായിരിക്കും അവിടുത്തെ വർക്ക് അല്ലെ. ടൈം ആൻഡ് വർക്കിൽ നമ്മൾ പല ഡിഫറെന്റ് വർക്ക്, അത് എന്ത് വർക്കും ആയിക്കോട്ടെ നമുക്ക് അറിയില്ല. പക്ഷെ പൈപ്സ് ആൻഡ് സിസ്റ്റേണിലെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ടാങ്ക് ഉണ്ടാവും, ആ ടാങ്ക് നിറക്കലാണ് ഇവിടെ വർക്ക്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ ആ ടാങ്കിന്റെ കപ്പാസിറ്റി ആയിരിക്കും. അപ്പോൾ ഇവിടെ ടാങ്കിൽ എന്ന് പറഞ്ഞാൽ 2 തരം പൈപ്പ് ഉണ്ടാവും. ഒന്ന് ടാങ്കിലേക്ക് വെള്ളം നിറക്കുന്ന പൈപ്പും ഉണ്ടാവും, ടാങ്കിലേക്ക് വെള്ളം പോകുന്ന പൈപ്പും അല്ലെ. ടാങ്കിൽ നിന്ന് വെള്ളം പുറത്തോട്ട് പോകുന്ന പൈപ്പും ഉണ്ടാവും. അപ്പൊ ടാങ്കിലേക്ക് വെള്ളം നിറക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് വർക്കാണ്, കാരണം ടാങ്കിലെ വെള്ളം നിറച്ച് കൊണ്ടുവരും. പക്ഷെ ടാങ്കിൽ നിന്ന് വെള്ളം പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നെഗറ്റീവ് വർക്കാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ ആ നെഗറ്റീവ് വർക്ക് എടുക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് എടുത്ത് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു വർക്ക് എന്തെങ്കിലും ചെയ്യും, ഉദാഹരണത്തിന് ഒരാൾ മതിൽ കെട്ടി പോവുക, വേറൊരാൾ മതിൽ തല്ലിപ്പൊളിച്ച് വരിക, അത് നെഗറ്റീവ് വർക്ക് അല്ലേ. ഒരാൾ മതിൽ കെട്ടിയ ഒരു വർക്ക് ചെയ്യുമ്പോൾ വേറൊരാളെ മതിൽ തല്ലിപ്പൊളിക്കുമ്പോൾ അതൊരു ചെയ്ത വർക്ക് ഇല്ലാതാക്കുകയാണ്. അപ്പൊ അത് നെഗറ്റീവ് വർക്കാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്, ടൈം വർക്കിൽ നമ്മൾ ചെയ്ത അതേ സാധനം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു 4-5 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, വാ. ബേസിക് ആയിട്ട് ചോദ്യമാണ്. 5 പൈപ്സ്, ഇതൊക്കെ ജസ്റ്റ് 10 സെക്കൻഡ് ചോദ്യമാണ് കേട്ടോ. അതായത് 5 പൈപ്സ്, 5 പൈപ്സ് റിക്വയർഡ് ടു ഫിൽ എ ടാങ്ക് ഇൻ 1 hour 40 minutes. 5 പൈപ്പ് എന്ത് ചെയ്യും, 1 hour 40 minutes കൊണ്ട് ഒരു ടാങ്ക് ഫില്ല് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 4 പൈപ്പ് ആണെങ്കിൽ എത്ര സമയം എടുക്കുന്ന ചോദ്യം അല്ലേ. നമുക്ക് എപ്പോഴും അറിയാം, നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ്, ടൈം വർക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടൈം എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫിഷ്യൻസി ആണ്. അതായത് അല്ലെങ്കിൽ എഫിഷ്യൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടൈം ആണ്. എഫിഷ്യൻസി കൂടി എന്ത് ചെയ്യും, ഇപ്പൊ ഒരാൾ വർക്ക് ചെയ്യുന്ന എഫിഷ്യൻസി കൂടുതലാണെങ്കിൽ അതൊക്കെ കുറച്ച് സമയം കൊണ്ട് വർക്ക് തീർക്കാൻ പറ്റും. സ്വാഭാവികമല്ലേ, ആ സാധനം തന്നെയാണിത്. എഫിഷ്യൻസി കുറവുള്ള ഒരാൾ, അത് പതുക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, ഒരുപാട് സമയം വേണം വർക്ക് തീർക്കാൻ. ആ സംഭവം തന്നെയാണ് ഇവിടെ. ഇവിടെ നോക്കുക, 5 പൈപ്പ് ഉണ്ട്. 5 പൈപ്പ് ഉണ്ടെങ്കിൽ എത്ര സമയം കൊണ്ടാണ് തീർക്കുന്നത്, ഇപ്പൊ 1 hour 40 minutes എന്ന് പറഞ്ഞാൽ നമുക്ക് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100 മിനിറ്റ് ഉണ്ട് അല്ലെ. ആ സമയം അത് 4 പൈപ്പായാൽ അല്ലെ, നമുക്ക് ലോജിക്കലി ചിന്തിക്കാൻ തന്നെ അറിയാം, 5 പൈപ്പുള്ള 4 പൈപ്പായി കുറഞ്ഞാൽ എന്ത് ചെയ്യും, സമയം കൂടില്ലേ അല്ലെ. 5 പൈപ്പ് നേരത്തെ നിറച്ചിട്ട് നേരത്തെ ഇപ്പൊ 4 പൈപ്പ് ആണെങ്കിൽ ഈ 100 മിനിറ്റ് കൊണ്ട് നടക്കാൻ കഴിയില്ല. കാരണം ഒരു പൈപ്പാടെ കുറഞ്ഞു, ഒരു പൈപ്പാടെ പൂട്ടി വെച്ചിരിക്കണം. അപ്പൊ ആ 4 പൈപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെക്കാളും സമയം കൂടുതൽ വേണം. അത് എത്ര വേണം, ഇവിടെ 5:4 എഫിഷ്യൻസി ആണെങ്കിൽ ഇവിടെ എന്താവും 4:5. അതൊക്കെ നമ്മുടെ ബേസിക് ക്ലാസ്സിൽ അറിയാം. എന്താണ് എഫിഷ്യൻസി, നേരെ ടൈമിന്റെ റേഷ്യോ എന്താണോ അതിന്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും എഫിഷ്യൻസിന്റെ റേഷ്യോ. ഇവിടെ നമുക്ക് ഇതാണ് ശരിക്കും എഫിഷ്യൻസി. ഞാൻ ഉദ്ദേശിച്ചത് എന്താ, പൈപ്പ് കേട്ടോ. എത്ര ഒരേ എഫിഷ്യൻസിയുള്ള 5 പൈപ്പാണ് ഇവിടെ. അപ്പൊ 5 പൈപ്പുള്ള 4 എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി 5 4. അപ്പൊ ടൈം എന്താവണം, 4 5 ആവണം. അപ്പൊ ഈ 4 യൂണിറ്റ് ആണ് ഇവിടെ കാണുന്നത് 100. 4 യൂണിറ്റ് 100 എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് 25. അപ്പൊ 5 യൂണിറ്റ് എത്ര കിട്ടും, 5×25 125 മിനിറ്റ്. ഏതാണ് ഓപ്ഷൻ, ഓപ്ഷൻ സി ആണ് ആൻസർ വരിക കേട്ടോ. ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്, കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ഈ ഒരു കാര്യം മാത്രം ഓർത്ത് വെക്കുക, ബേസിക് ആയിട്ടുള്ള കാര്യം. ടൈം കൂടുമ്പോൾ എഫിഷ്യൻസി പറയും. ഇനി അടുത്തെന്താ, എ പൈപ്പ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 30 hours. ഡ്യൂ ടു ലീക്കേജ് അറ്റ് ദ ബോട്ടം ഇറ്റ് ഈസ് ഫിൽഡ് ഇൻ 50 hours. ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക്? ഇതും ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് ഒരു പൈപ്പ് 30 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും, ഒരു ടാങ്ക് ഫില്ല് ചെയ്യും. അതിന്റെ താഴെ ലീക്കേജ് ഉണ്ടായത് കൊണ്ട് അത് 50 മണിക്കൂറാവും. സ്വാഭാവികം അല്ലേ, കാരണം ലീക്കേജ് ഉണ്ടാകുമ്പോൾ
വെള്ളം താഴെ കൂടെ വേറെ ഇയാൾ വെള്ളം നടക്കുമ്പോൾ താഴെ കൂടെ വെള്ളം പോകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? കുറച്ച് അധികം സമയം എടുക്കും ഈ ടാങ്ക് നടക്കാൻ. ആ അധികം സമയം ആയിട്ടുള്ളതാണ് 50 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ ആ ലീക്കേജ് മാത്രം എടുത്താൽ ആ ടാങ്ക്, അതായത് ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ആ ടാങ്കിനെ കംപ്ലീറ്റ്ലി എംപ്റ്റി ആക്കാൻ എത്ര സമയം എടുക്കുന്ന ചോദ്യം. അപ്പൊ നോക്കാം. ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞു ടൈം വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇവിടെ 50ഉം 30ഉം അതിന്റെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞു ഈ പൈപ്സ് ആൻഡ് സിസ്റ്റത്തിന്റെ കേസിൽ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ടാങ്കിന്റെ കപ്പാസിറ്റിയാണ്. അപ്പൊ 30 50 എന്ന് പറഞ്ഞാൽ 150 ഇവിടുത്തെ ടാങ്കിന്റെ കപ്പാസിറ്റി കേട്ടോ. 150 എടുത്താൽ മതി. അത് ലിറ്ററോ മില്ലി ലിറ്ററോ എന്തോ ആയിക്കോട്ടെ, 150 ടാങ്കിന്റെ കപ്പാസിറ്റി. അപ്പൊ ഫില്ലിംഗ് പൈപ്പായ ഒരു പൈപ്പിന് പേരൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ പൈപ്പ് എ എടുത്തു. ഫില്ലിംഗ് പൈപ്പ് എ ആണെങ്കിൽ അതിന്റെ എഫിഷ്യൻസി എത്രയാ? 30 മണിക്കൂർ കൊണ്ട് നടക്കുന്നുണ്ട് 150 ടാങ്ക്. അപ്പൊ 150/30 എത്രയാ? 5. അതായത് 5 യൂണിറ്റ് വെച്ചിട്ട് നടക്കുന്നുണ്ട്. ഇനിയോ ഡ്യൂ ടു ലീക്കേജ് അറ്റ് ദ ബോട്ടം. ഈ രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നത് എന്താണ്? ഇവിടെ 2 പൈപ്പും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? ഫില്ലിംഗ് പൈപ്പും വർക്ക് ചെയ്യുന്നുണ്ട്, ലീക്കേജ് പൈപ്പും 2 വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് 50 മണിക്കൂർ ആയത്. അപ്പോൾ ഫില്ലിംഗ് പൈപ്പ് ഞാൻ എ എടുത്താൽ ലീക്കേജ് പൈപ്പിന് ഞാൻ ബി എടുത്തു. ഇനി അവരുടെ എഫിഷ്യൻസി പറ. 150/50, അതായത് 3 അല്ലെ? ഏന്ന് പറഞ്ഞാൽ ഫില്ലിംഗ് പൈപ്പ് മാത്രമാണെങ്കിൽ 5 യൂണിറ്റ് വെച്ച് നടക്കുമായിരുന്നു. അതിന്റെ കൂടെ ബി എന്ന് പറഞ്ഞ ഒരു ലീക്കേജും കൂടെ കൂട്ടുമ്പോൾ അത് 3 ആയി കുറഞ്ഞു. അപ്പൊ ആ 2 കുറക്കുന്ന ആരാ? അത് ബി ആണ് കേട്ടോ. അപ്പൊ ബിന്റെ എഫിഷ്യൻസി 2 എടുക്കണം. 2 എടുത്താൽ പോരാ, -2 എടുക്കണം. കാരണം ഇവിടെ എന്താ? നെഗറ്റീവ് വർക്കാണ്. ഇവിടെ പോസിറ്റീവ് വർക്കാണ്, ഇവിടെ നെഗറ്റീവ് വർക്കാണ്. ഇവിടെയും പോസിറ്റീവ് ആണ്. എയും ബിയും ഒരുമിച്ചാണെങ്കിലും പോസിറ്റീവ് ആണ് വരുന്നത്. കാരണം നിറക്കാൻ പറ്റുന്നുണ്ട് ടാങ്ക്. പക്ഷെ ബി മാത്രം എടുക്കുമ്പോൾ എന്താണ്? അത് നെഗറ്റീവ് ആണ് വരുന്നത് കേട്ടോ. ഇനി ചോദ്യം എന്താ? ഈ ലീക്കേജിന്റെ എഫിഷ്യൻസി കിട്ടി, ടോട്ടൽ കപ്പാസിറ്റി കിട്ടി. ഇനി ലീക്കേജ് മാത്രമാണെങ്കിൽ എത്ര സമയം കൊണ്ട് കംപ്ലീറ്റ് ആക്കുക? 150 ലീക്കേജിന്റെ എഫിഷ്യൻസി എത്രയാണ്? 2. 150/2 എന്ന് പറഞ്ഞാൽ 75. 75 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും? ആ ലീക്കേജ് ആ ടാങ്ക് മൊത്തം കംപ്ലീറ്റ് ഇതാക്കും കേട്ടോ. ഇനിയിപ്പോ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട്, നമ്മൾ ടൈം വർക്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ഒരു ആൾ ഒരു വർക്ക് എ കൊണ്ട് ചെയ്യുമെങ്കിൽ മറ്റൊരാൾ ബി സമയം കൊണ്ട് ചെയ്യുമെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് എന്താണ്? AB/A+B എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? AB/A+B, അതായത് ഒരാൾ ഒരു വർക്ക് എ സമയം കൊണ്ട് ചെയ്യും, വേറൊരാൾ ബി സമയം കൊണ്ട് ചെയ്യുമെങ്കിൽ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഒരുമിച്ച് AB/A+B ആയിരിക്കും. അത് എന്താ ചെയ്യാ? 2 കേസിലൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി പഠിച്ചു വെക്കുക. ഇവിടെ അതേ കേസ് അല്ലേ? ഇതാ എ എന്ന് പറഞ്ഞ പൈപ്പ് ഒറ്റക്കാണെങ്കിൽ 30, എയും ബി ഒരുമിച്ചാണെങ്കിൽ 50. അതായത് ഇതിൽ നമുക്ക് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടില്ല. പക്ഷെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്ന സമയം നമുക്ക് തന്നിട്ടുണ്ട് 50 മണിക്കൂർ അല്ലെ? ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെയും കൊടുക്കാം. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. എന്താണ്? നെഗറ്റീവ് വർക്കിന്റെ അവിടെ നെഗറ്റീവ് വാല്യൂ കൊടുക്കണം. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നമുക്കറിയാം എ എന്ന് പറഞ്ഞ സാധനം എന്താ? ഫസ്റ്റ് ആൾ ചെയ്യാൻ എടുക്കുന്ന സമയം 30 ആണ്. അടുത്ത ബി എന്ന് പറഞ്ഞാൽ എത്രയും നമുക്കറിയില്ല അല്ലെ? ബി ആണ് നമ്മൾ കാണേണ്ടത്. ഡിവൈഡഡ് ബൈ A+B. എ എന്ന് പറഞ്ഞാൽ 30 അല്ലെ? എ എന്ന് പറഞ്ഞാൽ 30 + ബി. അതാണത് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള 50. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും? ബി കിട്ടും. ഡയറക്റ്റ് ഇങ്ങനെ നമുക്ക് ബി കാണാം കേട്ടോ. ബി എന്ന് പറഞ്ഞാൽ ആ ലീക്കേജ് എംപ്റ്റി ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ബി. അപ്പോ 30 × ബി 50 × ബി എത്രയാണ്? 20 ബി കേട്ടോ. 20 ബി. ഇവിടെ 30 × 50 ഉണ്ട്. അത് ഇപ്പുറ സൈഡിലോട്ട് പോകുമ്പോൾ -30 × 50 ആവും. നമുക്ക് ബി അല്ലേ കാണേണ്ടത്? ബി കാണും. ഒരു 0 പോയി, ബാക്കി എന്താ ഉള്ളത്? -150/2 എത്രയാ? -75. എന്തുകൊണ്ടാണ് അത് നെഗറ്റീവ് ആയത്? കാരണം ഇത് നെഗറ്റീവ് വർക്കാണ് അല്ലെ? അപ്പൊ നെഗറ്റീവ് വർക്ക് ആകുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഈ വാല്യൂ നെഗറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇങ്ങനെയും ചെയ്യാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെയും ചെയ്യാം. ഏതാണ് നമുക്ക് കംഫർട്ടബിൾ അത് യൂസ് ചെയ്യാം കേട്ടോ. 2 എണ്ണം ആകുമ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. 3 എണ്ണം വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ, അവിടെ ഒരു ഇക്വേഷൻ വരും, പക്ഷെ അത് നിങ്ങൾ പഠിക്കണ്ട. 2 എണ്ണം ആകുമ്പോൾ സിമ്പിൾ ഇക്വേഷൻ AB/A+B പറഞ്ഞ ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഇനി അടുത്ത് pipes A and B can fill a tank in 1 hour, 2 hour. C emptying pipe 1 hour 50 minutes. ഓക്കെ, ഇവിടെ എന്താണ്? എ ബി എന്ന് പറഞ്ഞ 2 ഫില്ലിംഗ് പൈപ്പ് ഉണ്ട്. അവർ 1 മണിക്കൂർ കൊണ്ടും 2 മണിക്കൂർ കൊണ്ടും നടക്കും അല്ലെ? രണ്ടിന്റെ എഫിഷ്യൻസി വ്യത്യാസമുണ്ട്. സി എന്ന് പറഞ്ഞ എംപ്റ്റിംഗ് പൈപ്പ് ആണ്. അത് 1 hour 50 minutes കൊണ്ടാണ് എംപ്റ്റി ചെയ്യുക. ഇനി ചോദ്യം എന്താ? എയും സിയും 9 മണിക്ക് ഓപ്പൺ ചെയ്തു. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? എ ക്ലോസ് ചെയ്തു, ബി തുറന്നു. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ടാണ് ആ ടാങ്ക് എംപ്റ്റി ആവുന്ന ചോദ്യം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള അതുപോലെ അങ്ങ് ഫോളോ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എന്റെയും ബിന്റെയും സിന്റെ LCM എടുക്കുക. ഇവിടെ 1 hour, ഇവിടെ 2 hour, ഇവിടെ 1 hour 15 minutes. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചെയ്യാൻ സുഖത്തിന് വേണ്ടി എല്ലാത്തിനെയും മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം കേട്ടോ. മറ്റേത് 1 hour 2 hour എന്നൊക്കെ മിക്സഡ് ഫ്രാക്ഷൻ ഒക്കെ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 hour എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? 60 minutes ആണ്. 2 hour എന്ന് പറഞ്ഞാൽ 120 minutes ആണ്. 1 hour 15 minutes എന്ന് പറഞ്ഞാൽ എത്രയാണ്? 75 minutes ആണ്. അപ്പൊ 75, 60, 120 അതിന്റെ LCM എത്രയാണ്? 120 × 60 120 കിട്ടും. പിന്നെ 125 600 അല്ലെ? ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടേണ്ടതാണ്.
അപ്പൊ 600 ഇവിടുത്തെ ടാങ്കിന്റെ കപ്പാസിറ്റി. അതായത് ടോട്ടൽ വർക്ക് ചെയ്യേണ്ടത് 600. ഈ 600 കപ്പാസിറ്റിയിലെ ടാങ്ക് നിറക്കണം. ഇനി എ എന്ന് പറഞ്ഞ ഫില്ലിംഗ് പൈപ്പ്, അതിന്റെ എഫിഷ്യൻസി പറ. 600, 60 മണിക്കൂർ കൊണ്ട് 60 മിനിറ്റ് കൊണ്ട് തീരും. അപ്പൊ ഒരു മിനിറ്റ് എത്രയാണ്? 10. ബിയോ 600/120 എത്രയാണ്? 5. ഇനിയോ സിയോ 600/75 എത്രയാണ്? 8. 8 -8 കേട്ടോ. കാരണം സി എന്ന് പറഞ്ഞാൽ എംറ്റിയും പൈപ്പാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ചോദ്യം നോക്കുക. 9 മണിക്ക് ആര് ചെയ്തു? എയും സിയും തുറന്നു. 9 മണിക്ക് എയും സിയും തുറന്നാൽ എയും സിയും കൂടെ കമ്പൈൻഡ് എഫിഷ്യൻസി എത്രയാണ്? എ എന്ന് പറഞ്ഞാൽ 10 നിറക്കും, സി എന്ന് പറഞ്ഞാൽ 8 കളയും അല്ലെ. അപ്പൊ 10 - 8 എത്രയാണ്? 2. എന്റെ സിന്റെ കമ്പൈൻഡ് എഫിഷ്യൻസി 2. അപ്പൊ ഇനി 2 മണിക്കൂർ ഇവർ രണ്ടുപേരും തുറന്നു വെച്ചാൽ ടോട്ടൽ എത്ര നിറയും അല്ലെ? അതായത് ഒരു മിനിറ്റിൽ 2 വെച്ച് നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യും? 2 മണിക്കൂറിൽ എത്രയാവും? ടോട്ടൽ ടാങ്കിന്റെ 4 ഇവർ നിറച്ചു കഴിഞ്ഞു. അപ്പൊ ആൻസർ എന്തായാലും 10 വരില്ല. കാരണം 9 മണി കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞാൽ 11 മണിക്ക് ശേഷമുള്ള ഒരു ആൻസറേ വരുള്ളൂ. അപ്പോ എന്തായാലും ലോജിക്കലി സി എന്തായാലും വരില്ല കേട്ടോ. ബാക്കിയുള്ള ഓപ്ഷൻ ഒക്കെ നോക്കുക. ഏതെങ്കിലും എല്ലാം 11ന്റെ താഴെയുള്ള ഓപ്ഷൻ ഒന്ന് മാത്രം 11ന്റെ മുകളിലാണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഇവിടെ 10 എന്തായാലും അല്ല. ഇനിയിപ്പോ എന്താ? ഇപ്പൊ ടാങ്കിന്റെ 4 ഫില്ലായിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കുക. ഇനി ക്വസ്റ്റൻ എന്തായിട്ടുള്ളത്? 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എ ക്ലോസ് ചെയ്തു, ബി ഓപ്പൺ ചെയ്തു. ഇപ്പൊ ആരാളുള്ളത്? സീനൊന്നും ചെയ്യുന്നില്ല. സി അതുപോലെ തന്നെ ഉണ്ട്. എ ക്ലോസ് ചെയ്തിട്ട് ബി തുറന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരൊക്കെയാണ്? ഇപ്പൊ ബിയും സിയും മാത്രമാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. ബിയും സിയും ആകുമ്പോൾ കമ്പൈൻഡ് എഫിഷ്യൻസി എത്രയാണ്? ബിന്റെ 5, സിന്റെ 8. അപ്പൊ 5 - 8 എന്ന് പറഞ്ഞാൽ -3 ആണ്. അപ്പൊ ബിയും സിയും ഒരുമിച്ചാണെങ്കിൽ ഇവിടെ 3 ലിറ്റർ വെച്ചിട്ട് കുറയാണ് ചെയ്യാം അല്ലെ. അപ്പൊ ഓൾറെഡി ഇവിടെ 4 ലിറ്റർ എന്ന് ഞാൻ ഒരു പറയാൻ സുഖത്തിന് വേണ്ടി പറഞ്ഞാണ്. ലിറ്റർ ഒന്നും അല്ല, ഇവിടെ ഏതൊരു കപ്പാസിറ്റി കേട്ടോ. അതായത് 4 യൂണിറ്റ് ഓൾറെഡി നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഓരോ മണിക്കൂറിലും ബിയും സിയും 3 യൂണിറ്റ് വെച്ച് കളയുന്നുണ്ട്. അപ്പൊ ഇവരെ കളയാൻ എത്ര സമയം എടുക്കും? 4/3 എത്രയാണ്? 4/3 എന്ന് പറഞ്ഞാൽ 1/3 hours അല്ലെ. 1/3 hours എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1 hour. 1/3 hour എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 minutes. അതായത് ഈ 9 മണി കഴിഞ്ഞ് 2 മണിക്കൂർ വരെ തുറന്നു വെച്ചു. അപ്പൊ 11 മണിയായി. 11 മണിയും കഴിഞ്ഞ് പിന്നെ 1 hour 20 minute കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക? ഇത് എംറ്റി. അപ്പൊ 11 മണി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ 20 minute എന്ന് പറഞ്ഞാൽ 12:20. AM PM ശ്രദ്ധിക്കണേ. AM വേറെ ഒന്നുമില്ലല്ലോ, ഇല്ല. 12:20 PM എന്ത് ചെയ്യുക? ആ ടാങ്ക് എന്നറിയാം കേട്ടോ. പ്യൂർലി ലോജിക് ആയിട്ട് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. പല ആൾക്കാരും x 1/y ഒക്കെ ഇട്ട് ഈ ടൈം അവർക്ക് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവർക്ക് അത് സുഖമായിരിക്കാം. പക്ഷെ അതെന്താ നമ്മളൊരു കാണാതെ പഠിച്ച് ചെയ്യുന്ന പോലെയാണ്. ഇവിടെ അങ്ങനെയല്ല. ലോജിക്കലി നമ്മൾ ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഏതൊരു ചോദ്യം ടൈം വർക്കിൽ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. വെണ്ടർ ആരായിക്കോട്ടെ, നമുക്ക് എന്തില്ല, അത് പ്രശ്നമില്ല. ഇനി അടുത്ത് ടാപ്സ് എ ആൻഡ് ബി. എ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് നടക്കും, ബി എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നടക്കും, സിയോ x മിനിറ്റ് കൊണ്ട് എംറ്റി ആക്കും. ഇവിടെ സി എന്ന് പറഞ്ഞാൽ എംറ്റിയും പൈപ്പാണ്. എല്ലാ പൈപ്പും ഒരുമിച്ച് തുറന്നു കഴിഞ്ഞാൽ അത് 8 മിനിറ്റ് കൊണ്ട് നടക്കും എന്നാ പറഞ്ഞു. സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് മെത്തേഡ് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ. അത് 15 10 8 അതിന്റെ LCM പറയാം. 15 10 8ന്റെ LCM നമുക്കറിയാം 120. അപ്പൊ ഇവിടെ ടാങ്കിന്റെ കപ്പാസിറ്റി 120 ആണ്. അപ്പൊ എ എന്ന് പറഞ്ഞ ഫില്ലിംഗ് പൈപ്പിന്റെ എഫിഷ്യൻസി എത്രയാ? 120/50 എന്ന് പറഞ്ഞാൽ 8 കിട്ടും. ബി എന്ന് പറഞ്ഞ ഫില്ലിംഗ് പൈപ്പിന്റെ എഫിഷ്യൻസി എത്രയാ? 120/10 എന്ന് പറഞ്ഞാൽ 12 കിട്ടും അല്ലെ. ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ കണ്ടതിന് ശേഷം താഴെ കമന്റ് ചെയ്തു കേട്ടോ. അതാകുമ്പോൾ നമുക്ക് വേറെ കമന്റ് പിൻ ചെയ്ത് വെച്ചാൽ മതി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. ഇനി സി എന്ന് പറഞ്ഞാൽ എംറ്റിയും പൈപ്പ്. ഒരുമിച്ചാണോ? നോ. സി ക്യാൻ എംറ്റി. അപ്പൊ സി എംറ്റിയും പൈപ്പാണ്. അതിന്റെ നമുക്ക് അറിയില്ല കേട്ടോ. ഇനി എന്താണ്? എല്ലാ പൈപ്പും ഒരുമിച്ചുണ്ടെങ്കിൽ, അതായത് എയും ബിയും സിയും ഒരുമിച്ചുണ്ടെങ്കിൽ എഫിഷ്യൻസി എത്രയാണ്? എത്ര സമയം കൊണ്ടാ കളയാ? 8 minutes അല്ലേ. അപ്പൊ 120/8 എന്ന് പറഞ്ഞാൽ 15. ഓക്കെ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ? എയും ബിയും 12ഉം 8ഉം 20 നിറക്കുമ്പോൾ എയും ബിയും സിയും കൂടി ആകുമ്പോൾ 15 ആയിട്ട് കുറയുന്നുണ്ട്. അപ്പൊ 20 15 ആയിട്ട് കുറഞ്ഞ 5 കുറച്ച് തരാം. അതിവിടെ നമ്മുടെ സി ആണ്. അപ്പൊ സിന്റെ എന്ത് കിട്ടും? -5 കിട്ടും കേട്ടോ. ഇനി സുഖല്ലേ? ഇനി ചോദ്യം എന്താ? ചോദ്യം ഡയറക്റ്റ് സിന്റെ അല്ല. ടാപ്പ് സി എലോൺ വിൽ എംറ്റി 3/8 പാർട്ട് ഓഫ് ദ ടാങ്ക്. ഈ ടാങ്കിന്റെ 3/8 പാർട്ട് എംറ്റി ആക്കാൻ എത്ര സമയം എടുക്കുന്ന ചോദ്യം. അപ്പൊ ടാങ്കിന്റെ കപ്പാസിറ്റി 120 ആണ്. അതിന്റെ 3/8 എന്ന് പറഞ്ഞാൽ 120 × 3/8. അപ്പൊ ഈ ഒരു കപ്പാസിറ്റി എംറ്റി ആക്കാൻ എത്ര സമയം എടുക്കുന്ന ചോദ്യം. അപ്പൊ ഇതാണ് കപ്പാസിറ്റി. ഇപ്പൊ ടാങ്കിന്റെ കപ്പാസിറ്റി ഇതാണ്. അപ്പൊ സിന്റെ എഫിഷ്യൻസി പറഞ്ഞാൽ -5 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? എത്ര സമയം കിട്ടാൻ? /5 കൊടുത്താൽ മതി. എങ്ങനെയാ ചെയ്യാ? 8ഉം 120ഉം പോയാൽ എത്ര കിട്ടും? 15. 5ഉം 15ഉം പോയാൽ 3. അപ്പൊ 3 × 3 9. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ചോദ്യമൊക്കെ നമുക്ക് ഇങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡ്. നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ ആൻസർ എന്താണ്? ഏതോ ഒരു കിട്ടിയ ഒരു ആൻസറിനെ 3/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലെ. നമുക്ക് കിട്ടിയ ആൻസറിനെ ഏതോ ഒരു ആൻസറിനെ നമുക്ക് കിട്ടി ലാസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് 120/8 അങ്ങനെ ആൻസർ ആണ്.
അതിനെ 3/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം നമുക്ക് ഫുൾ ടാങ്ക് നിറക്കാനുള്ള സമയമല്ല ചോദിച്ചത്, ആ ടാങ്കിന്റെ 3/8 നിറക്കാനുള്ള. അപ്പൊ നമ്മൾ ആൻസർ 3/8 കൊണ്ട് മൾട്ടിപ്ലൈ. അതിന്റെ അർത്ഥം നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഒരു 3ന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ എന്തില്ല? എ വരില്ല, ഡിയും വരില്ല. ഇത് രണ്ടും എന്താണ്? 3ന്റെ മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും മാത്രമേ ഓപ്ഷൻ ആൻസർ വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് പിന്നെ ഏതാന്നുള്ളത് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വേറെ ഒരു ലോജിക് കൂടെ വെച്ചിട്ട് നോക്കാം. ഇവിടെ നമുക്കറിയാം 3/8 ഫിൽ ആക്കാനാണ് ഈ 10 മിനിറ്റ് അല്ലെ? അപ്പൊ കംപ്ലീറ്റ് ടാങ്ക് ഫിൽ ആക്കാൻ എത്ര വേണം? 10.5 ഇൻറ്റു അല്ല 3/8 ഫിൽ ആക്കാനല്ലേ 10. അപ്പൊ ഫുൾ ഫിൽ ആക്കണമെങ്കിൽ 3/8 ഇൻവേഴ്സ് 8/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്ര കിട്ടും? 3യും 3.5. 3.5 into 8 എന്ന് പറഞ്ഞാൽ 8 ഏതൊരു സംഖ്യനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 2 2 2 അല്ലെ? അങ്ങനെ 3 വർഷം ഡബിൾ എടുത്താൽ മതി. അപ്പൊ 7 14 28. അതായത് ഫുൾ ആ ടാങ്ക് ഫില്ല് ചെയ്യണമെങ്കിൽ 28 മിനിറ്റ് വേണം. അപ്പൊ നമ്മൾ ഈ 28 നമുക്കറിയാം ഈ കാണുന്ന 120ന്റെ ഒന്നും ഒരു ഫാക്ടർ അല്ല. ഇവിടുത്തെ ഇങ്ങനത്തെ പല പല ക്വസ്റ്റ്യനിലും കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ എപ്പോഴും എന്ത് ചെയ്യും? ഇങ്ങനത്തെ നമുക്ക് കിട്ടുന്ന ഒരു ഫാക്ടർ വാല്യൂസ് കിട്ടുന്ന ആൻസറേ കൊടുക്കുള്ളൂ. അപ്പൊ 120ന്റെ ഒരു ഫാക്ടർ അല്ല എന്ത്? 28. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഈ ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി 9 നോക്ക്, 3/8 പാർട്ടാണ് 9. അപ്പൊ ഇൻറ്റു 8/3 എത്രയാണ്? 3 24. ഈ 24 നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം 120ന്റെ ഫാക്ടർ ആണ്. അപ്പൊ ചോദ്യം ചെയ്യുന്ന ആളെ ചെയ്യാൻ സുഖത്തിന് ഇങ്ങനത്തെ ഒരു വാല്യൂ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ലോജിക്കലി കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ 28 എന്തായാലും ആൻസർ വരില്ല, 24 വരുള്ളൂ. അപ്പൊ 24 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 9 ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ലോജിക്കുകൾ നമ്മൾ പല ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്താലേ നമുക്ക് എന്താ പറയാ ഈ ഒരു എക്സാം സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല. എല്ലാം നമ്മൾ കറക്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാൻ പോയത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഒരു പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾ ആദ്യം നമ്മൾ സിലബസ് എല്ലാം കവർ ചെയ്യുക. പിന്നീട് ഇങ്ങനത്തെ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ പഠിക്കണം. എല്ലാ ടോപ്പിക്കിലും ഇങ്ങനത്തെ ഒരുപാട് ട്രിക്സ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് കൊണ്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് 30-40 സെക്കൻഡ് ആയിട്ട് കുറക്കാൻ പറ്റും. അപ്പൊ ഓരോ സമയത്തിനും എന്ത് ചെയ്യുക? വിലയുണ്ട് ഇവിടെ കേട്ടോ. ഇങ്ങനത്തെ ഒരു ട്രിക്കൊക്കെ പഠിച്ചു നോക്കുക. ഇതിപ്പോ 3ന്റെ മൾട്ടിപ്പിൾ ഒന്നേ ഉള്ളെങ്കിൽ ഇത് 3ന്റെ മൾട്ടിപ്പിൾ എല്ലാം വിചാരിക്കുക. പിന്നെ ആൻസർ ചെയ്ത് മാത്രമേ ഉള്ളൂ, 9 മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ഇത്രയും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഒറ്റ അടിക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഒന്ന് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് ചോദ്യം എന്താണ്? ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം, നിങ്ങൾ ചെയ്യുക കേട്ടോ. ഡിന്റെയും ഇന്റെ എഫിന്റെയും ടൈം വന്നിട്ടുണ്ട്. എല്ലാം ഒരുമിച്ച് തുറന്നാൽ ക്വസ്റ്റ്യൻ ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. എല്ലാം ഒരുമിച്ച് തുറന്നു. അങ്ങനെ കുറെ നേരം ഒരുമിച്ച് തുറന്നു ലാസ്റ്റ് ഏതൊരു സമയത്ത് എന്ത് ചെയ്തു? ഡിയും ഇയും ക്ലോസ് ചെയ്തു. ഡിയും ഇയും ക്ലോസ് ചെയ്ത് 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ ടാങ്ക് നിറഞ്ഞു എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ടാങ്ക് ഫുൾ ആവാൻ എത്ര സമയം എടുത്തിട്ടുണ്ട് എന്നാ ചോദ്യം അല്ലെ? അതായത് ഡിയും ഇയും ക്ലോസ് ചെയ്തു, അതായത് ടാങ്ക് ഫുൾ ആകുന്നതിന്റെ 3 മിനിറ്റ് മുമ്പ് ഡിയും ഇയും ക്ലോസ് ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? ഡിയും ഇയും ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടാങ്ക് ഫില്ല് ചെയ്തു. അപ്പൊ നമ്മൾ ഇതെങ്ങനെ ചെയ്യാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 6, 8, 12 അതിന്റെ LCM എടുക്കുക. എത്രയാണ്? 24. അപ്പൊ 24 ആണ് ഇവിടുത്തെ കപ്പാസിറ്റി. എന്റെ എഫിഷ്യൻസി എത്രയാ? 24/6 4. ബിന്റേത് 24/8 3. സിന്റേത് 24/12 2. ഇതിവിടെ എഴുതി വെക്കുക. ഇനി നമ്മൾ നോക്കുക, ഈ ഒരു എന്ത് ചെയ്തു? തുടക്കത്തിൽ എത്ര സമയം നമുക്കറിയില്ല. കുറെ സമയം ഡിയും ഇയും എഫ് ഈ 3 പൈപ്പ് ഒന്ന് തുറന്നു വെച്ചേക്കാം. അതായത് ഇവിടെ ഒരു സമയം അങ്ങനെ എത്ര നമുക്കറിയില്ല. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് ലാസ്റ്റ് എന്ത് ചെയ്തു? ഇവിടെ എത്തിയപ്പോൾ ഡിയും ഇയും ക്ലോസ് ചെയ്തു. പിന്നെ ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ ടാങ്ക് ഫുൾ ആയി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെയൊക്കെ എന്തുണ്ട്? ഇവിടുന്ന് ഇവിടെ വരെ എല്ലാരും ആരും വർക്ക് ചെയ്യുന്നുണ്ട്? ഡിയും ഇയും എഫും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഇവിടം വരെ. പക്ഷെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ലാസ്റ്റ് 3 മിനിറ്റിൽ ആര് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ? ഡിയും ഇയും പോയി എഫ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതേ മോഡൽ ചോദ്യം എങ്ങനെയാ ചെയ്യുന്നത് കഴിഞ്ഞ പാർട്ടിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഡിയും ഇയും എഫ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ എഫ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡിയും ഇനെയും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്തായി? തുടക്കം മുതൽ ഒടുക്കം വരെ ഡിയും ഇയും എഫും വർക്ക് ചെയ്യുന്ന പോലെ ആയില്ലേ? ഇവിടെ ശരിക്കും ഡിയും ഇയും ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? ഡിയും ഇയും ഇവിടെയും കൂടെ വർക്ക് ചെയ്തിരുന്നു നമ്മൾ അസ്യൂം ചെയ്യുക. ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രം. ശരിക്കും റിയൽ കേസിൽ ഇല്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ ഡിയും ഇയും വർക്ക് ചെയ്തിരുന്നു നമ്മൾ അസ്യൂം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ട് വാല്യൂ മാറ്റണം. വെറുതെ നമ്മളങ്ങ് ഡിയും ഇയും ഇവിടെ വർക്ക് ചെയ്ത് ചെയ്താൽ പോരാ. അവിടെ എന്ത് ചെയ്യണം? ശരിക്കും ഇവിടെ വരെ ഡിയും ഇയും എഫും വർക്ക് ചെയ്യും. ഇവിടുന്ന് അങ്ങോട്ട് 3 ദിവസം എഫ് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ 24 കപ്പാസിറ്റി ഫിൽ ആകുന്നത്. അപ്പൊ നമ്മൾ ചോദ്യം ചെയ്യാൻ സുഖത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഡിയും ഇയും ഈ 3 ദിവസം കൂടെ വർക്ക് ചെയ്ത് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പൊ ഡിയും ഇന്റെ 3 ദിവസത്തെ വർക്ക് എത്ര പറ? സോറി, ഇത് ABC അല്ല, ഡി ഇ എഫ് ആണ്. അപ്പൊ നോക്കുക, ഡിയും ഇയും അവിടെ 3 ദിവസം വർക്ക് ചെയ്താൽ ടോട്ടൽ എത്ര വർക്ക് തീരെ വരുന്നതാ? രണ്ടുപേരും കൂടെ ഒരുമിച്ചാണെങ്കിൽ ഒരു ദിവസം 7 വർക്ക് വെച്ചിട്ട് 3 ദിവസം 21 വർക്ക് അവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. നമ്മളിവിടെ ഡിയും ഇനെ ആഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു 21 വർക്ക് വരുന്നുണ്ട്. ശരിക്കും അതവിടെ വർക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ വർക്ക് ഇവിടെ ടോട്ടൽ കപ്പാസിറ്റിയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ശരിക്കും നമ്മുടെ ടാങ്കിന്റെ കപ്പാസിറ്റി 24 ഉള്ളൂ. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്തപ്പോൾ 21 വർക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യണം? നമ്മൾ ടോട്ടൽ കപ്പാസിറ്റിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മൾ അസ്യൂം ചെയ്തപ്പോൾ നമ്മുടെ കപ്പാസിറ്റി എന്തേ മാറി? 24 + 21 45 എന്ന യൂണിറ്റ് ആയി നമ്മുടെ ടാങ്കിന്റെ കപ്പാസിറ്റി.
ഇപ്പൊ നമ്മൾ അസ്യൂം ചെയ്തു അല്ലെ, ഇവിടുന്ന് ഇവിടം വരെ ഡിയും ഇയും എഫ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടും ഡിയും ഇയും എഫും വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം തുടക്കം മുതൽ ഒടുക്കം വരെ ആര് വർക്ക് ചെയ്യുന്നുണ്ട്? ഡിയും ഇയും എഫും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിയും ഇയും എഫും തുടക്കം മുതൽ ഒടുക്കം വരെ വർക്ക് ചെയ്താൽ ഒരു ദിവസം എഫിഷ്യൻസി എത്രയാ പറ? ഒരു ദിവസം അല്ല, എത്രയാണ്? എത്ര മിനിറ്റിലാണ് പറയുന്നത്. അപ്പൊ ഒരു മിനിറ്റിലെ എഫിഷ്യൻസി എത്രയാ? 4+3+9 2 എത്രയാ? അപ്പൊ ഒരു മിനിറ്റിലെ ഡിന്റെയും ഇന്റെയും എഫിന്റെയും എഫിഷ്യൻസി പറഞ്ഞാൽ 9 ആണ്. അങ്ങനെ 24+21 എത്രയാ? 45 യൂണിറ്റ് തീർക്കണം എന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും? 45/9 എത്രയാ? 5 ആണ് ആൻസർ. ഓപ്ഷൻ എ. ഇതിപ്പോ ഞാൻ ഇത്രയും പറഞ്ഞ സമയമൊന്നും എടുക്കൂല അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ലോജിക്കായിട്ട് ഒറ്റയടിക്ക് നോക്കിയിട്ട് ഇവിടെ ഡിയും ഇയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്കിൽ ഞാൻ കഴിഞ്ഞ പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്ത് ചെയ്യുക? അതൊന്ന് പോയി കാണാം കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ട് ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യും ഇവിടെ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അസ്യൂം ചെയ്ത് എടുത്തതാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാവരും വർക്ക് ചെയ്തതിന്റെ രീതിയിലേക്ക് നമ്മൾ ക്വസ്റ്റ്യൻ മാറ്റിയെടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ എന്തിട്ടും നമുക്ക് ഡയറക്റ്റ് എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് കിട്ടൂലേ. ശരിക്കും ഇവിടെ 24 ഉള്ളൂ എന്ത് ഇവിടുത്തെ കപ്പാസിറ്റി. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അത് എക്സ്ട്രാ കുറച്ച് കിട്ടിയപ്പോൾ 45 മാറി. പക്ഷെ നമ്മൾ എത്ര ഡേയ്സ് അത് വർക്ക് ചെയ്യുന്നുള്ളതിന് അത് എന്ത് ചെയ്യില്ല, ഇനി മാറ്റം വരില്ല. കാരണം നമ്മൾ ആ എക്സ്ട്രാ വന്ന വർക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 5 എന്ത് കിട്ടി? ടോട്ടൽ ഡേയ്സ് കിട്ടി. ഓക്കെ, അപ്പൊ ടൈം വർക്കിന്റെ 2 പാർട്ട് അത്യാവശ്യം നല്ല ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇനിയും ഇത് ബേസ് ഒന്നും സെറ്റ് ആവാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് പോയിട്ട് ടൈം വർക്കിന്റെ ആ വീഡിയോസും കൂടെ ഒന്ന് കാണാം. വളരെ പക്ക ബേസ് ആയിട്ട് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് നിങ്ങൾ അതിനെ ചെറുതായിട്ട് കാണരുത് കേട്ടോ. നമ്മൾ പണ്ട് പെയ്ഡ് ആയിട്ട് ചെയ്ത് കൊടുത്തിരുന്ന കോഴ്സാണ്. ആ കോഴ്സ് പെയ്ഡ് ആയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാവരും ജോലി കയറിയപ്പോൾ നമ്മൾ ആ വീഡിയോസ് മൊത്തം ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താണ്. അത് കാലാകാലം അവിടെ തന്നെ ഉണ്ടാവും. നമ്മളിപ്പോ ഇനി രണ്ടാമത് പെയ്ഡ് കോഴ്സ് തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് ആ വീഡിയോസ് ഒന്നും എന്ത് ചെയ്യില്ല, പ്രൈവറ്റ് ആക്കാൻ പോകുന്നില്ല. ആ വീഡിയോസ് അവിടെ കാലാകാലം അവിടെ ഫ്രീ ആയിട്ട് അവിടെ യൂട്യൂബിൽ ഉണ്ടാവും. അപ്പൊ കാണാത്തവർ എന്ത് ചെയ്യുക, അത് പോയിട്ട് കണ്ടൊക്കെ ഒരു ബേസ് സെറ്റ് ആക്കുക കേട്ടോ. ഞാൻ വീണ്ടും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാണ്, നിങ്ങൾ ഒരിക്കലും വെണ്ടർ മാറുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ലോജിക്കലി ഒരു സംഭവം മാത്സ്, പ്രത്യേകിച്ച് മാത്സിനാണ് ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ടാവുക. ഇംഗ്ലീഷ് റീസണിങ്ങും ജിക്കും അത്ര വലിയ ടെൻഷൻ ഉണ്ടാവില്ല. മാത്സിന്റെ എന്താണ് ഇനി ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്ന ടെൻഷൻ ആയിരിക്കും. അപ്പൊ ലോജിക്കലി നിങ്ങൾ ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആര് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാൽ കുഴപ്പമില്ല. ഇനിയിപ്പോ പേപ്പർ ടഫായി അത് എല്ലാവർക്കും ടഫായിരിക്കും, പേപ്പർ ഈസി ആയി അത് നിങ്ങളടക്കം എല്ലാവർക്കും ഈസി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ഇൻ കേസ് ക്വസ്റ്റ്യൻ ഇടുന്ന ഒരാൾ കുറച്ച് ടഫ് ആക്കിയിട്ടാൽ അത് എല്ലാവർക്കും ടഫ് ആകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്താ പേടിക്കാനുള്ളത്? അല്ലോ, നിങ്ങളടക്കം എല്ലാവർക്കും ടഫാണ്. അത് നിങ്ങൾക്ക് മാത്രം ഈസി ആക്കി വേറെ കുറച്ച് ആൾക്കാരെ ടഫ് ആക്കിയിട്ട് അങ്ങനെ ഇടാനൊന്നും നടക്കൂലല്ലോ കേട്ടോ. അപ്പൊ ടെൻഷൻ അടിക്കണ്ട. എന്ത് ചെയ്യാ, എല്ലാവരും വളരെ നന്നായിട്ട് പഠിക്കുക. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാം, അല്ലെങ്കിൽ കോൾ ചെയ്യാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്കൂടെ നിർത്താം കേട്ടോ. ബൈ.